ഈ വർഷത്തെ അടിയടക്കം ഞാനാണ് എന്തി ഓരോ വർഷവും കഴിഞ്ഞ് തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് ഇനി ഞാൻ ഇങ്ങോട്ടില്ല എന്ന്. പക്ഷേ അടിയറ ആവുമ്പോഴത്തേക്കും എന്നെ കൂട്ടിക്കൊണ്ടുവന്ന എന്തോ ഒരു ശക്തി ആടാണ്ട് എന്നെ കുടുംബക്കാരെല്ലാം ഒത്തുകൂടുന്ന ഒരു സമയം കൂടിയാണ് അന്നത്തെ ദിവസത്തിന് വേണ്ട ചോറും കറിയെല്ലാം ഞാൻ കുടുംബക്കാർ എല്ലാവരും കൂടിയാണ് ഉണ്ടാക്കുക. ഒറ്റക്ക് ചോറ് തന്നു ഒരു 10-25 ആളുണ്ടാവും. ഉച്ചക്ക് ശേഷം ആകുമ്പോഴത്തേക്കും അളന്നിട്ടെല്ലാം കെട്ടി റെഡിയാക്കിയിട്ടുണ്ടാവും. പിന്നെ അമ്പലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള കൊടിയും പിന്നെ വൈകുന്നേരം അരിപ്പായസം ഉണ്ടാവും. പിന്നെ അടിയറ പുറപ്പെടാൻ സമയമായാൽ ഈ അടഞ്ഞിലെല്ലാം അടുത്ത മിനിറ്റത്തെ നിരത്തി വെക്കും. അടിയറ പുറപ്പെടുന്നതിന് മുമ്പേ എന്തെല്ലാം ആവാഹന ചടങ്ങുകളുണ്ട്. മുഴുത്തു കൊടുക്കുക എന്ന് പറയും. സമയം 6 അണഞ്ഞു പോയപ്പോൾ പുറപ്പെടുമ്പോൾ അണഞ്ഞു പോയപ്പോൾ പോയി കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം പുലർച്ചക്കാണ് പരിപാടി. ജൂട്ടക്കളി എന്ന് പറയും. ചൂട്ടക്കളിയിൽ പങ്കെടുക്കുന്നവർക്ക് പൊയ്ക്ക് ഉണ്ടാവും. പിന്നെ ചൂട്ടക്കളിയും പുറപ്പെടുന്നതിന് മുമ്പ് ഒരുപാട് ആവാഹന ചടങ്ങുകളുണ്ടാവും.